ആദിലയോടും നൂറയോടും ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോഴത്തേക്ക് ആദിലോടും നൂറയോടും കാണിച്ചൊരു സ്നേഹമുണ്ടല്ലോ. ആ ഒരു സ്നേഹം ഒരു അഭിനയമായിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? ലക്ഷ്മിയുടെ അമ്മ ഇന്നലെ വന്നപ്പോൾ അടിച്ചൊരു ഡയലോഗ്, അത് വലിയ പ്രശ്നമായിട്ടൂടെ പലരും പൊക്കിപ്പിടിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ആ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞത് എന്താ? എൻ്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞ എന്താ? ഓള് പറഞ്ഞോണൊക്കെ ഞാൻ വീട്ടിലായിട്ടൊന്നും കയറ്റാതിരിക്കത്തില്ല മക്കളെ, നിങ്ങൾക്ക് വന്നാൽ സിറ്റ് ഔട്ട് ഇരിക്കാമെന്ന് പറഞ്ഞത്. തെമ്മാടത്തിലാണെങ്കിൽ പോലും അവരുള്ളത്, അവരുടെ മനസ്സിലുള്ളത് അതേപോലെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും എന്തോ അകത്തൊളിപ്പിച്ച് വെച്ചിട്ട് ഒരു മനുഷ്യത്വം ഇച്ചിരി കൂടുതൽ കാണിച്ച് സ്വന്തം മക്കൾക്ക് വോട്ട് നേടിക്കൊടുക്കാൻ കാണിച്ചൊരു പരിപാടി പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നിയോ? അല്ല, എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഒരു സംശയം, ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് 61 നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനകത്തെ മെയിൻ ഒരു കാര്യമായിട്ട് എനിക്കിന്ന് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളത് ഈ ആദില നൂറ അവരോട് ബാക്കിയുള്ളവർ കാണിക്കുന്ന ഈ മനുഷ്യത്വം, അത് കള്ളത്തരമാണോ അതോ എന്തോ എവിടെയൊക്കെയോ ഒരു ചെറിയ തകരാറുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ നമ്മുടെ ബിന്നിയുടെ ഭർത്താവ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. 3 ദിവസം നിന്നുള്ളൂ. പുള്ളിക്ക് എന്തോ തിരക്കുകളുള്ളതുകൊണ്ടാണ് പുള്ളി പോയത്. നൂബിൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബിന്നി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരഞ്ഞു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നൂബിനെ എല്ലാവരും കൂടെ യാത്രയാക്കി തിരിച്ചങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് അനീഷേട്ടൻ, അനുമോളെ എങ്ങനെയാ ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ, നീയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുന്നേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നിയേട്ടാ, ചേട്ടൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് നിൽക്കുമല്ലേ, ഞാനൊന്ന് പോട്ടെ, ഞാനൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നു. അപ്പത്തേക്ക് അങ്ങ് പ്രശ്നം പൊട്ടി. കൂടുതലൊന്നും പറയാനില്ല. കാരണം അനീഷേട്ടൻ പറഞ്ഞു, ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി, നീ പോയിട്ട് വാ, നീ പെട്ടെന്ന് പോയിട്ട് വാ, ചെല്ല്, സമയം കളയാതെ നീ ചെല്ല്, പോയിട്ട് വാ, പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്ക്, താമസിക്കരുത്, കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കണം. ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് അനുമോക്ക് പൊളിഞ്ഞു. അനുമോൾ പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങൾ പല്ലൊക്കെ തേച്ച് നിൽക്കുമല്ലേ, നിങ്ങൾ ആ ഉള്ളിയൊക്കെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്ക്, പച്ചമുളകൊക്കെ അരി, അപ്പോഴത്തേക്ക് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇല്ല അനുമോളെ, ഞാനൊന്നും ചെയ്യത്തില്ല, മോള് വാ, മോള് വന്നിട്ട് എല്ലാം അങ്ങ് ചെയ്താൽ മതി. കേട്ടപ്പോഴത്തേക്ക് അനുമോക്ക് പൊളിയും. അനുമോളെന്നല്ല ആർക്കാണെങ്കിലും പൊളിയും. കാരണം ചുമ്മാ നിൽക്കുക, കിച്ചൺ ക്യാപ്റ്റനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒന്ന് ചെയ്യുക ഇച്ചിരി സവാള. പക്ഷെ അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും ഒനിയിലും ഉച്ചയ്ക്ക് ചെയ്യും, രാവിലെ നീയും അക്ബറുമാണ് ചെയ്യേണ്ടത്. ഞാൻ അക്ബറിനോട് പറയാം എല്ലാം അരിഞ്ഞു വെക്കാൻ, അക്ബർ ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ പേരിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, നിങ്ങൾ എപ്പിസോഡിൽ കണ്ടതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള നല്ല രീതിയിലുള്ള ഒരു വഴക്ക് എന്തായാലും ഇന്നവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നത് കേട്ടു, അനീഷ് ഓവറാണ്, അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ്. എടേ, അനീഷ് ഓവറാണ്, അനീഷ് അങ്ങനെയാണ്. അനീഷിനെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി ചെന്നൈ കൊണ്ടുപോയിരിക്കുന്നത് ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ട് മറ്റേ കള്ളുകൂടി നിർത്തി നല്ല മനുഷ്യനായിട്ട് തിരിച്ചു വരാനല്ല, അവിടെ ഗെയിം കളിക്കാനാ പുള്ളി പോയിരിക്കുന്നത്. പുള്ളി കാണിക്കും, പുള്ളിയുടെ സ്ട്രാറ്റജിയാ അത്. ഇച്ചിരിയൊക്കെ നമുക്ക് തുടക്കം, ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ പുള്ളിയുടെ ആ പരിപാടി ആദ്യമേ കണ്ടപ്പം ഏറ്റവും കൂടുതൽ വെറുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നെ 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 പുള്ളിയുടെ കളി ഇതാന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കുക എല്ലാവരും. എന്ന് വെച്ചിട്ട് പുള്ളിയെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കേസിലൊക്കെ നല്ല രീതിയിൽ തെറ്റുണ്ട് അനീഷേട്ടൻ്റെ. ചുമ്മാ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ് പക്ഷെ അതാണ് അനീഷ്, അതാണ് അനീഷിൻ്റെ സ്ട്രാറ്റജി. പിടികിട്ടിയില്ലേ? പുള്ളി അത് ചെയ്യും. പുള്ളി അത് ചെയ്ത് പുള്ളിയെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ വായിൽ നിന്ന് പലതും പുറത്ത് ചാടിച്ച് അവരെ നെഗറ്റീവാക്കി പുറത്ത് പോർട്രേറ്റ് ചെയ്ത് കാണിക്കും. അതാണ് അനീഷ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നു, നീ പോയിട്ട് വാ. അനുമോള് പറയുന്നത്, എൻ്റെ പൊന്നുമോനെ അനീഷേ, നീ ചെയ്യെന്തെങ്കിലും, അക്ബർ അരിഞ്ഞു വെക്കാൻ ഞാൻ പറയാം എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോയി. പിന്നെ ഇന്നലെ ഉച്ചക്കത്തെ പ്രശ്നമൊക്കെ അനുമോൾ എടുത്തിടുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടില്ലേ നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ കയറിയത് എന്ന് പറയുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നത്, അതുകൊണ്ടാണ് ഇന്നലെ മറ്റേ കൂട്ടത്തല്ലായത്, ആകെ കലവില. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് രണ്ടുപേർ വെച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആരോടെ ഇത് ബിന്നി പറയുന്നുണ്ട്, ചപ്പാത്തി ബിന്നി എടുക്കാൻ കംപ്ലൈൻറ്റും കൊണ്ട് ചെല്ലുന്നുണ്ട് അനീഷ്. അപ്പം ബിന്നി പറയുന്നുണ്ട്, ചേട്ടാ ചപ്പാത്തിയൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാക്കേണ്ടി വരും, അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ. അത് അപ്പോഴല്ലേ, ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ പോരെ, ഞാനല്ലേ കിച്ചൺ ക്യാപ്റ്റൻ. ഉടനെ ബിന്നി പറയുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെറിയ വഴക്കുകളും ചെറിയ കലാപങ്ങളൊക്കെ രാവിലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും.
ഇന്ന് 3 പേരുടെ കുടുംബാംഗങ്ങളാണ് വരുന്നത്. അതായത് വേറെ ആരുടെ അല്ല, നമ്മുടെ ലക്ഷ്മിയുടെ, നെവിൻ്റെ, പിന്നെ ഒണീലിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ടാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ, ഇവർ ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഷാനവാസ് ജിസൈലിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് അക്ബറിനെ പറ്റിയിട്ടാണ്. ഷാനവാസ് പറയുന്നത്, ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാറില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല, നമ്മൾ ഇരിക്കുമ്പോൾ അവൻ പരിഹസിച്ചുകൊണ്ട് ഇരിക്കും, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഉടനെ ജിസൈൽ പറയുന്നുണ്ട്, അല്ല അന്ന് നിങ്ങൾ ഒന്നിച്ചിരുന്ന് കളിയാക്കുന്ന കണ്ടായിരുന്നല്ലോ. അല്ലല്ല, അത് ഞാൻ കളിയാക്കിയതൊന്നുമല്ല കേട്ടോ, ഞാൻ കളിയാക്കിയൊന്നുമല്ല. ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തി, പുള്ളി നല്ലൊരു ഗെയിമർ തന്നെ, അല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ മാനിപ്പുലേഷനാണ് പുള്ളിയുടെ മെയിൻ ഒരു ഗെയിം എന്ന് പറയുന്നത്. ആളെ മറ്റേ പട്ടിയെ ആടാക്കി കളയും പുള്ളി. ആ ഒരു മൂഡാണ് പുള്ളിയുടെ, മനസ്സിലായില്ലേ? ചില സമയത്ത് വെറുപ്പ് തോന്നുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു ഗെയിം, നമുക്ക് വെറുപ്പ് തോന്നും. പക്ഷെ ഗെയിമാണ്, പുള്ളി കളിക്കട്ടെ. ജിസൈലിനൊക്കെ ഇരുന്ന് വട്ടം കറക്കുന്നുണ്ട്. ജിസൈൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഈ ആര്യൻ്റെ ബെഡിൽ മറ്റേ ബെഡ് മാറിയല്ലോ, ഉറക്കത്തിൽ പിന്നെ ഒന്നിച്ച് കിടക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ പേരിൽ അക്ബർ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങിയിട്ട് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നൊക്കെ ജിസൈൽ പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ഷാനവാസ്, അവനങ്ങനെ ചെയ്യും, അവൻ അങ്ങനവനാണ്, അവൻ മറ്റവനാണ്, അവൻ മറിച്ചവനാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് മറ്റേ പിരിയേറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ ഫാമിലികൾ കയറി വരുന്നത്. അപ്പോൾ ഫാമിലീസ് വന്ന ഉടനെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ അന്ന് ഒണീലിൻ്റെ കേസിൽ നീ ഒണീലിനോട് മാപ്പ് പറഞ്ഞത് അത് വളരെ നന്നായി, അത് നല്ലൊരു കാര്യമാണ്. ഉടനെ പറയുന്നുണ്ട്, ലക്ഷ്മിയും പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. കയറി വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഒണീലിൻ്റെ മമ്മിയോട് ഒണീലും പറയുന്നുണ്ട്, അമ്മ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ എന്നൊക്കെ ഒണീലിൻ്റെ അമ്മയോട് ഒണീലും പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ പിന്നെ നമ്മുടെ ഒണീലിൻ്റെ മമ്മി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. നല്ല ആക്റ്റീവാണ് മമ്മി, എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. കയറി വന്ന് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസിനോട് പറയുന്നു, ബിഗ് ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ. ഉടനെ ബിഗ് ബോസ് പറയുന്നു, പറയൂ, നിങ്ങൾ പറയൂ, എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അമ്മ. അത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ഫാമിലികൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും വീട്ടിൽ വരണം, മക്കളെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ വരണം, ആദില നൂറ നിങ്ങളും വരണം, ഇവള് പറഞ്ഞു വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ, പക്ഷെ നിങ്ങൾ വരണം, നിങ്ങളെ ഞാൻ സിറ്റ് ഔട്ടിലാണെങ്കിലും ഇരുത്തും. തമാശ രീതിയിൽ ചിരിച്ചോണ്ടാണ് അവരിത് പറയുന്നതെങ്കിലും അതിന് ഒരുപാട് രീതിയിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൽ ആദ്യത്തേത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരും, എന്നാലും ഞാൻ പറയുകയാണ്, അവരുള്ള കാര്യം പറഞ്ഞല്ലോടെ, അവർ മറ്റേ അഭിനയിച്ചൊന്നും ഇല്ലല്ലോ, അങ്ങനെ കൂടെ ചിന്തിക്ക്. അവർക്കറിയാം ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. ഇപ്പോഴത്തെ നല്ല രീതിയിൽ പണി പാടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇവർ ഈ പറഞ്ഞതിന്. കാരണം സിറ്റ് ഔട്ടിൽ ഇരുത്തുക എന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യമൊന്നുമല്ലെന്ന് കുറേ പേര് പറയുന്നത് കേട്ടു. പക്ഷേ അവരത് ഓപ്പണായിട്ട് പറഞ്ഞു. അവിടെ പലരും മറ്റേ കയറി വന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, എൻ്റെ മക്കളാ, എൻ്റെ വീട്ടിലോട്ട് വരണം, നാളെ നിങ്ങൾ എവിടെ പോയാലും എൻ്റെ വീട്ടിൽ വരാതെ പോയരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ പലരെയും ഞാൻ കണ്ടു. ഇവരിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളെ രണ്ടിനും വീട്ടിൽ കയറ്റുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അവരുടെ ആരാണോ ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറയുന്നത് അവരുടെ പ്രിയപ്പെട്ടവർ അതിനകത്തുണ്ട്. അപ്പം അവർക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, പിടികിട്ടിയില്ലേ? അതായത് ഈ ആദില നൂറയുടെ കുറച്ച് വോട്ടുകൾ അവർക്കും കൂടെ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു നാടകമായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കത്തില്ല, സ്നേഹത്തിൻ്റെ പുറത്തുമായിരിക്കും. അത് രണ്ടാമത്തെ പെർസ്പെക്റ്റീവ്. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആവാം, ഒരു ഹ്യൂമാനിറ്റി കുടുംബം കാണിക്കുമ്പോഴത്തേക്ക് കുടുംബത്തിലെ അംഗത്തിന് ചിലപ്പം കുറച്ച് വോട്ട് കിട്ടിയേക്കാം. അതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണേ. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്താണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ ഷോ മൊത്തം കഴിഞ്ഞിട്ട് ഈ പിള്ളേർ വീട്ടിൽ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഇതുങ്ങളെ കയറ്റുമോ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പറയാം ഓക്കെ, ആ ഫാമിലി അടിപൊളിയാണ്, അവർ ചുമ്മാതെ പറഞ്ഞതല്ല, ഗെയിമിന് വേണ്ടി പറഞ്ഞതല്ല എന്ന് നമുക്ക് പറയാം. അതല്ലാതെ ഇപ്പോൾ ഒരു കാരണവശാലും അത് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അമ്മ ഓപ്പണായിട്ട് പറഞ്ഞു, ഞാൻ സിറ്റൗട്ടിൽ കൊണ്ടൊന്ന് ഇരുത്തിയേക്കാം. പക്ഷെ അവർ പറഞ്ഞത് ചെറ്റത്തരം. അവർ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചെങ്കിൽ തെമ്മാടിത്തരം തന്നെയാണ്. പക്ഷെ അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഒരു തമാശ രീതിയിൽ അതിനെ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, വിട്ടുകളയുന്നു. പിന്നെ നെവിൻ്റെ സിസ്റ്ററും കൂടെ ഇങ്ങനെ പുറത്തിരിപ്പുണ്ട്. പിന്നെ നെവിൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട്, എടാ നീ ഈ ഫുഡിൽ ഫോക്കസ് ചെയ്യാതെ എപ്പോഴും നീ ഇടയ്ക്ക് ഗെയിമൊക്കെ കളിക്കുക. ഉടനെ നെവിൻ പറയുന്നു, ഒരിക്കലുമില്ല, നിനക്കെന്നെ അറിയില്ല മോളെ, നിനക്കെന്നെ അറിയില്ല, ഞാൻ ഒരിക്കലും ഫുഡിൽ ഫോക്കസ് ചെയ്ത് മാത്രമല്ല കളിക്കുന്നത്, നിനക്കെൻ്റെ ഗെയിം അറിയില്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ഫുഡിലല്ലാതെ പിന്നെ എന്ത് ഗെയിമാണ് നെവിൻ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റർടൈനർ ആണ്. പക്ഷേ മോഷണം, ആ ഒരു എൻ്റർടൈൻമെൻ്റ് ആണോ നമുക്ക് കൂടുതലും കാണിച്ചു തരുന്നത്. അതല്ലാതെ വേറെ ഈ പറയുന്ന എന്ത് എൻ്റർടൈൻമെൻ്റ് ആണുള്ളത്? മറ്റേ ഹല്ലേ, അതല്ലാതെ വേറെ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് വലിയ ഗെയിമായിട്ടൊന്നും നെവിൻ്റെ ഒന്നും തോന്നിയിട്ടില്ല. എന്തോ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്.
പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ഷാനവാസ്, ഒണീലിന്റെ അമ്മ, ആദില, നൂറ, ജിസൈൽ ഇവരിങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സങ്കടമായി. ഒണീലിന്റെ മമ്മി പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, ഈ ലക്ഷ്മിയായിട്ടുള്ള അന്നത്തെ ആ ഒരു പ്രശ്നം അത് എൻ്റെ മോൻ അന്ന് അങ്ങനെ വല്ലാതെ അവൻ കരയുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്നും പോയി, ഞാനിരുന്ന് കരഞ്ഞു പോയി, ഞാൻ ഫെയിൻ്റായി വീണു, അതായത് തല ഇറങ്ങി അവർ വീണു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവരും ആദില, നൂറയാണെങ്കിലും ജിസൈലിനൊക്കെ ആണെങ്കിലും ഒരുപാട് വിഷമം വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ച് നിന്നല്ലോ, അത് വലിയ കാര്യം, അവന് വേണ്ടി നിങ്ങളെല്ലാവരും നിന്നല്ലോ, അത് നല്ല കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരിടത്ത് നമ്മളെ ഷാനവാസ്, അനു, ബിന്നി, അക്ബർ, ആര്യൻ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഫാമിലിയൊക്കെ പോയതിന് ശേഷം ഇവരിങ്ങനെ കുറച്ച് പേരിങ്ങനെ നമ്മുടെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ലിവിങ് ഏരിയയുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റേ ഹലുവ ഇഷ്യൂ. എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഷാനവാസ് പിന്നെ മാനിപ്പുലേറ്റർ ആണല്ലോ. അനുമോൾ ഒരു ഹലുവ എക്സ്ട്രാ എടുത്തു, പക്ഷെ അനുമോൾ പറയുന്നത് അനുമോൾ അത് എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ബിന്നി ചോദിക്കുന്നുണ്ട്, നിനക്കത് എടുക്കാൻ യാതൊരു അർഹതയില്ല, അതിപ്പോൾ മിച്ചം വന്നതാണെങ്കിലും ശരി നീ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ ഷാനവാസ് മറ്റേ ചോറ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പീസ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞവളാ നീ. സത്യവാ, അലമുറയിട്ട് കരഞ്ഞവളാ. അവളൊരു ഹലുവ എടുത്തിട്ട് എന്നിട്ട് പിന്നെ ന്യായീകരണം ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തെന്ന്. രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ഷാനവാസിനെ പോലെ ഒറ്റയ്ക്ക് മറ്റേ തിന്നില്ല, പിടികിട്ടിയോ? എന്നിട്ട് മാംസം എല്ലാം തിന്നു കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് അവിടെ ഇട്ടിട്ട് എനിക്കൊന്നും വേണ്ട, മറ്റേ അനീഷ് മറ്റേ ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് ഉളുപ്പുണ്ടോണോ നിനക്ക് തിന്നാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇട്ടിട്ട് ഇറങ്ങി ഓടിയതാ. എന്തുവാ മാംസം എല്ലാം തിന്നതിന് ശേഷം? ആ പരിപാടിയൊന്നും അനുമോൾ കാണിച്ചില്ലല്ലോ, എടുത്ത സാധനം ഷെയർ ചെയ്തല്ലോ. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയാണ് കോമഡി കേട്ടാ. ജിസൈലുമായിട്ടിരുന്ന് ഷാനവാസ് നമ്മുടെ അക്ബറിന്റെ കുറ്റം പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഷാനവാസ്, അക്ബർ, ഒണീൽ ഇവർ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളിയാ. എന്നിട്ട് മൊത്തത്തിൽ അക്ബറാണേ പറയുന്നത്, ഷാനവാസ് ഒന്നും പറയുന്നില്ല. അക്ബർ പറയുന്നതാണ്, ഷാനവാസ് കൂട്ടിരുന്നത് കേൾക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ശരിയല്ല, ഇവരുടെ സംസാരമൊന്നും അങ്ങോട്ട് ശരിയല്ല എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. വേറെ ആരെ പറ്റിയല്ല, നമ്മുടെ ലക്ഷ്മി കുടുംബത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദില നൂറയുടെ അടുത്ത് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾക്ക് വരാം, സിറ്റ് ഔട്ടിൽ ഇരിക്കാം. എന്ത് മോശം വർത്താനമാണത്, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മുഖം ചുളങ്ങി. നമ്മുടെ അക്ബർ പറയുന്നതാണ്, ഉണിയിൽ റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഷാനവാസും ഇരിപ്പുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് ഈ സാധനം പറയുന്നത്. അക്ബർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ചില ആളുകൾ, അക്ബറിനെ പോലുള്ള ആളുകൾക്ക് ഇവർ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അവർ ഇത് പറയുമ്പോൾ അവരുടെ മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്. ഒരു തമാശ രൂപേണ പറഞ്ഞാൽ പോലും അത് രണ്ട് രീതിയിൽ നമ്മളതിനെ കാണണം. അവരാ പറഞ്ഞത് ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ളത് അവർ വെട്ടി തുറന്ന് പറഞ്ഞു, പിടികിട്ടിയോ? ഒന്നും ഒതുക്കി മറ്റേ ഉള്ളിൽ ഒതുക്കി വെച്ചില്ല, പുറത്തൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വന്ന എല്ലാവരും ഈ ഒരുപാട് മക്കളെ പോലെയാണ്, വീട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പം ഇതേപോലെ ചെയ്യണമെന്നുണ്ടോ? വിളിച്ച് വീട്ടിൽ കയറ്റുമോ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വീട്ടിൽ കയറ്റുവാണെങ്കിൽ നമുക്ക് അപ്പം കൊടുക്കുക എല്ലാവർക്കും ഒരു തംസപ്പ്. അല്ലാതെ ഗെയിം ആഡ് ചെയ്ത് എന്തും പറയും, എന്തും ചെയ്യും, പിടികിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പോൺസേഡ് ടാസ്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിത് പറയാൻ കാരണം, ഈ ഒരു ടൈമിൽ ഷാനവാസ്, അക്ബർ, ഒണിയിൽ ഇരുന്നിട്ട് ഈ ഒരു കേസ് പറയുന്നുണ്ട്. രാത്രിയിൽ എന്നിട്ട് നമ്മുടെ ഷാനവാസും ഒണിയിലും കൂടെ ഇരുന്നിട്ട് വേറൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതായത് മറ്റേ ആദില നൂറ കേസിൽ അന്ന് മറ്റേ ദിയാസനയുടെ, ഞാനത് പറയാം, അത് ഈ അക്ബർ പറഞ്ഞതിനെ പറ്റിയിട്ട് രാത്രി ഇരുന്ന് രണ്ടുപേരും കൂടെ പേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. സ്പോൺസേഡ് ടാസ്കിനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു സ്പോൺസേഡ് ടാസ്ക് അവിടെ മറ്റേ ആ കായത്തിൻ്റെ സ്പോൺസേഡ് ടാസ്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം രാത്രി ചോറിനൽ ടൈമിൽ നമ്മുടെ നെവിൻ, ആര്യൻ ഒരു ചെറിയ പ്രശ്നം പൊട്ടി. അത് വേറൊന്നുമല്ല, അത് ആര്യൻ ഇങ്ങനെ ചോറ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്, നമ്മുടെ ഒടിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെവിൻ എന്തോ ഒരു പീസ് മീനാണ് കിട്ടിയത്. അപ്പോൾ അനീഷ് ചോദിച്ചോടാ മോനെ എനിക്ക് ഇച്ചിരി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അനീഷിന് കൊടുക്കുന്നുണ്ട്. ആര്യൻ ചോദിച്ചു, ആര്യന് കൊടുത്തില്ല. ഓക്കെ, ആര്യൻ പറഞ്ഞു ഓക്കെ വേണ്ടാന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെവിനൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മിച്ചം വന്ന, എനിക്കൊന്ന് കൊഞ്ച്, നമ്മുടെ ചെമ്മീൻ മിച്ചം റോസ്റ്റിൻ്റെ കുറച്ച് മിച്ചം വന്നതിനകത്ത് അത് ആര്യൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ വന്നിട്ട് പറഞ്ഞു, ആ പാത്രം എങ്ങനെ ഞാൻ അതിനകത്തിട്ട് കഴിച്ചോളാം എന്തോ പറഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ നെവിൻ അങ്ങോട്ട് തുടങ്ങി, പിന്നെ നിനക്ക് ഞാൻ തരാതിരുന്നപ്പോഴത്തേക്ക് നിനക്ക് മറ്റേ സീൻ, നീ മറ്റേ ശരിയല്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ നെവിൻ കാരണം ആര്യനെ കുറച്ച് സപ്പോർട്ട് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യമില്ലാത്ത വഴക്ക്. ആര്യൻ ചോദിച്ചപ്പോൾ ആര്യന് കൊടുത്തില്ല, അനീഷ് ചോദിച്ചപ്പോൾ അനീഷിന് കൊടുത്തു. അപ്പോൾ എന്താണെങ്കിലും ആര്യന് ഒരു ചെറിയ ദേഷ്യം വരും, അയ്യോ ഇവനെന്താ എനിക്ക് തരാൻ ഞാൻ, അത് ആര്യന് തോന്നിക്കാണും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിൻ വന്ന് വീണ്ടും ആര്യനോട് അതെനിക്ക് തരുമെന്ന് കൊടുക്കുമോ? അവൻ
കൊടുക്കും, അവൻ ആട്ടി വിട്ടു, അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് ഒരു രീതിയിലും നെവിനോട് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ നെവിൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, നീ ഫുഡിന്റെ കാര്യത്തിൽ വൃത്തികേടാണ് കാണിക്കുന്നതെന്നൊക്കെ നെവിൻ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു. നെവിൻ എന്താ അർഹതയാണ് അത് പറയാൻ? ഞാൻ അപ്പോൾ അത് ആലോചിച്ചത്, എന്താ അർഹതയുള്ളത് അത് ആ ഒരു ഡയലോഗ് അടിക്കാൻ നെവിൻ എന്ത് അർഹതയുള്ളത്? കാരണം മറ്റുള്ളവരുടെ ഭക്ഷണവും കൂടെ മോട്ടിച്ചെടുത്തോണ്ട് പോയി കഴിക്കുന്നവനാണ് നെവിൻ. അവന് ആ ഒരു ഡയലോഗൊക്കെ പറയാൻ ഒരർഹതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷമാണ് രാത്രിയിൽ നമ്മുടെ ഷാനവാസ് സുനിൽ ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പം ഷാനവാസ് കുറച്ച് കഥകൾ പറയുന്നുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഷാനവാസ് എന്തൊക്കെയാണ് പറഞ്ഞത്. അതിനൂറെ പറ്റിയിട്ടാണ്. ആ കുട്ടികൾ എന്നോട് ഇടയ്ക്ക് സ്വകാര്യ സംഭാഷണം നടത്താറുണ്ട്, അവരുടെ ഫാമിലിയെ പറ്റി, അവരിങ്ങനെ ആയതിൻ്റെ കാര്യത്തെ പറ്റി, ഇവർക്ക് ഉണ്ടായ ദുരനുഭവത്തെ പറ്റി, ഇവർക്ക് ഉണ്ടായ നഷ്ടങ്ങളെ പറ്റി, അതായത് വീട്ടുകാർ, അനിയത്തി, അവരെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ല എന്ന തോന്നൽ അവർക്കുണ്ട്. ആ കുട്ടികൾ എടുത്ത തീരുമാനം നമ്മൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട്, അവരെടുത്ത തീരുമാനം ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, കാരണം നാട്ടിൽ നടപ്പല്ല. ഇത് ഷാനവാസ് പറയുന്ന ഡയലോഗാണ്. നാട്ടിൽ നടപ്പല്ല. ഈ നാട്ടിൽ നടപ്പല്ലാത്ത കാര്യം പിന്നെ ഷാനവാസ് എന്താ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പിടിച്ചോണ്ട് കിടക്കുന്നത്? അല്ല, എൻ്റെ ഒരു സംശയമാണ്. ഞാൻ എന്താ ഇങ്ങനെ സംശയിക്കാൻ കാരണം എന്നറിയോ? ഷാനവാസിന്റെ ഉറ്റ സുഹൃത്ത് ജിഷിൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഷാനവാസിന് അവരോടൊന്നും വലിയ സ്നേഹമൊന്നുമില്ല, അനീഷിന്റെ അടുക്ക കാണിക്കുന്ന സൗഹൃദം ഉടായിപ്പ. പിന്നെ ആദില നൂറ മിക്കവാറും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദില നൂറയൊന്നും മൈൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല ഷാനവാസ് ഒന്നും. പിന്നെ ഈ വന്ന് കയറി മക്കളെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ കുടുംബങ്ങളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റണമെന്നും ഇല്ല. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ഓരോ ഉറപ്പും പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ഗെയിമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഗെയിമിനകത്തെയാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന കണക്റ്റ് ആവും, അല്ലാത്തവരിരുന്ന് എന്നെ തെറി പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ഷാനവാസിൻ്റെ ഡയലോഗുകളുണ്ട്. പിന്നെ പുതിയ ജനറേഷനിലെ കാഴ്ചപ്പാടുകൾ, അവരുടെ സിറ്റുവേഷൻ, അവരുടെ അനുഭവം വെച്ചിട്ടൊക്കെയാണ് അവർ തീരുമാനം എടുത്തത് എന്നൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടപ്പം ഈ പുതിയ ജനറേഷനിലെ എന്ത് തീരുമാനം, എന്ത് കാഴ്ചപ്പാട്? എടാ അത് വേറെ. അവർ രണ്ടുപേരും രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ, അല്ലാതെ ഇവിടുത്തെ കാഴ്ചപ്പാടും ഇവിടുത്തെ മറ്റേ സിറ്റുവേഷനും ഒന്നും എനിക്ക് തോന്നുന്നില്ല. സിറ്റുവേഷൻസ് കൊണ്ടാണോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഹോർമോൺസിലെ ചേഞ്ചസ് കൊണ്ടായിരിക്കാം, കാണും. അല്ലാതെ സിറ്റുവേഷനും കാഴ്ചപ്പാടിൻ്റെ മറ്റേ തേങ്ങയും അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഷാനവാസിക്ക് പറയുന്നുണ്ട്. പിന്നെ മച്ച മനുഷ്യരായിട്ട് എടുത്താൽ മതി, അവർ പച്ച മനുഷ്യന്മാരാണ്, അങ്ങനെ നമ്മളങ്ങ് എടുത്താൽ മതി, അതല്ലാതെ വേറെ കൂടുതലായിട്ടും നമ്മൾ നോക്കാൻ പോകണ്ട, നിനക്കൊക്കെ വരാനുള്ളതേ ഉള്ളൂ. പിന്നെ അക്ബർ പറഞ്ഞ ഡയലോഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ അക്ബർക്ക് ഒരു ഡയലോഗൊക്കെ അടിച്ചായിരുന്നു നമ്മുടെ ആദില കരഞ്ഞ് മെഴുകിയ ഒരു ദിവസം, ചെറുതായിട്ടൊക്കെ ആദില കരഞ്ഞ്, എനിക്ക് തോന്നുന്നു അന്നാണ് ആദില ശരിക്കും കരഞ്ഞൊക്കെ ഞാൻ കാണുന്നത്. അതായത് അക്ബർ പറഞ്ഞ ഡയലോഗ്, നിനക്കൊക്കെ ആരുണ്ട് വരാൻ, തമാശ രീതിയിലാണത് പറയുന്നത്. നിനക്കൊക്കെ മറ്റേ ദിയാസനയല്ലേ വരാൻ പോകുന്നുള്ളൊരു സാധനം അക്ബർ അന്ന് അടിക്കുന്നുണ്ട്. അകത്ത് പോയിരുന്ന് നമ്മുടെ ആദില കരയുന്നുണ്ട്. ആ ഒരു കരച്ചിൽ കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. അപ്പം നൂറ അക്ബറിനോട് പറഞ്ഞു, ചേട്ടാ അത് വേണ്ടായിരുന്നു, പറഞ്ഞ ശരിയായില്ല, അയ്യോ ഞാനത് അങ്ങനെ പറഞ്ഞല്ല എന്നും പറഞ്ഞ് അക്ബർ നേരെ അകത്തോട്ട് ചെന്നിട്ട് അതിലോട് പറയുന്നുണ്ട്, അയ്യോ മോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അപ്പൊ ആ ഒരു സാധനമൊക്കെ എടുത്തിട്ടിട്ട് നമ്മുടെ ഷാനവാസിക്ക് ഒണീലിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒണീൽ പറയുന്നുണ്ട്, എന്ത് ശോകം അത്, കച്ചറ വർത്താനം എന്ന് ഒണീലും പറയുന്നുണ്ട്. നല്ല ടീമാ പറയുന്നത്, കച്ചറ വർത്താനമാ പറഞ്ഞത്, ആലോചിക്കണം ഒണീലേട്ടായി. പിന്നെ ഈ പറയുന്ന ഷാനവാസിക്ക നല്ല രീതിയിൽ എരിവേറ്റി വിടും ഒണീലിൻ്റെ അടുക്ക്. അപ്പം ഷാനവാസ് എന്നിട്ട് പറയുന്ന വെറും കച്ചറ, അതിങ്ങനെ കത്തികൊണ്ട് ഉപമിച്ചത് ആ പിള്ളേർ, അതുകൊണ്ടാണ് ഈ അക്ബറിനെ കത്തികൊണ്ട് ഉപമിച്ചത്. ആ കുട്ടികൾക്ക് എന്നെങ്കിലും ഇവനൊരു കൊട്ടു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കൊടുക്കും എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് നിങ്ങളുള്ള കൊട്ടൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് പോയി സൂചിപ്പിച്ച് നിർത്തുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ മാനിപ്പുലേറ്ററാണ് ഷാനവാസിൻ്റെ ഗെയിമാണ് അതൊക്കെ. അങ്ങനെയും കൂടെ ആ ഒരു പോയിന്റ് പറയണം. ഷാനവാസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഷാനവാസിൻ്റെ, അനീഷ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അനീഷിൻ്റെ ഗെയിം, അവിടെയുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. ഈ വന്ന് കയറിയ കുടുംബങ്ങൾ പോലും ആദിലോട് നൂറോട് ഇതൊക്കെ പറയുന്നത്, ഞാനത് വീണ്ടും പറയുന്നത്, അതൊക്കെ ഗെയിമായിരിക്കുമടേ, അതിനെയൊക്കെ അങ്ങനെ എടുക്ക്. ഞാനും ഇടയ്ക്ക് ചിന്തിച്ചു, ഈ ആര്യൻ്റെ അമ്മയുടെ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഒരുപാട്, സത്യം പറഞ്ഞാൽ അവരെനിക്ക് ഭയങ്കര കാര്യമായി. പക്ഷെ എന്നാലും ഞാൻ പിന്നെ ആലോചിച്ചു, ഇതൊക്കെ ചിലപ്പോൾ ഒരു ഗെയിം ആകാലോ, ആയിക്കൂടെ, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ രാത്രിയിൽ, പാതിരാത്രിയിൽ നമ്മുടെ അനിമോള് നെവിനെ പിടിച്ചിരുത്തിട്ട് കുറച്ച് ഉപദേശിക്കുന്നുണ്ട്. എന്തിൻ്റെ സോക്കേടാ അനിമോൾക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയ കാര്യങ്ങൾ അനിമോൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. പക്ഷെ ഇത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കണ്ടന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. രാത്രി അനിമോള്
നമ്മുടെ നെവിൻ്റെ അടുത്തിരുന്നിട്ട്, അതായത് അനുമോളല്ല നമ്മുടെ നെവിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അതായത് അമ്മയും പെങ്ങളെയും അടുത്ത് ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് എക്സ്പെക്ട് ചെയ്തത്. അവർ വന്നപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അല്ല ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് എക്സ്പെക്ട് ചെയ്തത്, അവൻ വന്നവരായിരുന്നു എനിക്ക് കൂടുതൽ സന്തോഷം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. അപ്പം അത് അനുമോള് ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം നെവിന് പറഞ്ഞു കൊടുക്കുന്നു. മോനെ, നമുക്ക് വയ്യാതെ വന്നാൽ കുടുംബമേ കാണത്തുള്ളൂ, അല്ലാതെ നിന്റെ സുഹൃത്തൊന്നും കാണത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വീട്ടുകാരാണ് ഫസ്റ്റ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നെവിൻ അനുമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നെവിൻ പറയുന്നുണ്ട് എനിക്കറിയാം അതൊക്കെ, എന്നിട്ട് ഇടയ്ക്ക് തലയാട്ടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് എണീറ്റ് നമ്മുടെ വലിക്കുന്ന ഏരിയയിൽ പോയി നിന്നപ്പോഴത്തേക്ക് അവിടെ ഉണിലിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ കാരണം, ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ സുഹൃത്താണ്, അവൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷനും അവനായിട്ടാണ്, വീട്ടുകാരുമായിട്ട് ഞാൻ അത്രയും കണക്റ്റഡ് അല്ല എന്നൊക്കെ അവിടെ ഇന്ന് ഉണിലിനോട് പറയുന്നുണ്ട്. ഞാനപ്പോൾ ആലോചിച്ചു, ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആര് വരണമെന്നും പോട്ടെ, ആരുമായിട്ട് കൂടുതൽ ചിലപ്പം ഞാൻ ശ്രദ്ധിച്ചു നെവിൻ്റെ അമ്മയൊക്കെ കുറച്ച് സൈലന്റ് ആയിരുന്നു. നെവിൻ അങ്ങനെ അമ്മയായിട്ട് ഒരുപാട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതൊന്നും വലുതായിട്ട് കണ്ടില്ല. നെവിൻ ബാക്കിയുള്ള കുടുംബങ്ങൾ വരുമ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യുന്നതിൻ്റെ പകുതി പോലുമേ സ്വന്തം അമ്മയായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം പുള്ളിക്ക് അവരെ അല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത്, പുള്ളിയുടെ ഫ്രണ്ടിനെ ആയിരുന്നു. അത് അവൻ്റെ പ്രായത്തിൻ്റെ കൂടെ ആയിരിക്കും, അത് വേറൊരു കാര്യം. കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ മനസ്സിലാവും, ഒരു തെണ്ടിയും കാണത്തില്ല, വീട്ടുകാരെ കാണത്തുള്ളത്. പക്ഷെ അനുമോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ അനുമോളുടെ നല്ല മനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ പേര് വരും, എന്നാലും ചിലപ്പോൾ എവിടെയെങ്കിലും ഇച്ചിരി നല്ല മനസ്സ് തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം അങ്ങനെ എടുക്കും. ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ ഇതിനകത്തെ മൊത്തം കാര്യങ്ങളും. ഗെയിം അനുമോൾ അത് കുറച്ച് നൈസായിട്ട് നല്ല മറ്റേ നമ്മുടെ എന്താ മറ്റേ ഒരു പേരുണ്ടല്ലോ, കുലസ്ത്രീ ആയതായിരിക്കാം. പക്ഷെ എന്തായാലും അതൊരു പരിധി കൂടുതൽ വേണ്ട, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് പോയി അത് പറഞ്ഞു കൊടുക്കേണ്ട, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് ഈ സ്മോക്കിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷാനവാസിനെ കാണുന്നുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉണിയിലുമായിട്ട് നിന്നിട്ട്. അപ്പം ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് നെവിൻ തിരിയുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു ഒണീലിൻ്റെ മുഖത്തൊരു ചിരി, ഷാനവാസിനെ നോക്കിയിട്ട്. ഇവൻ ചുമ്മാ ആ ഒരു പിടികിട്ടിയില്ലേ? കാരണം അവർക്കൊക്കെ അറിയാം ഈ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഓക്കെ. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഇത് അനുമോളത്തിനെ പറഞ്ഞു കൊടുക്കുന്നത്. അതാ ഞാൻ ചിന്തിച്ചത് മൊത്തം അതാ. ഇതൊക്കെ ഒരു മനുഷ്യന് സ്വന്തമായിട്ട്, അവനിപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഓക്കെ, അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വിടും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ തിരിച്ച് വീട്ടുകാരുടെ അടുത്ത് തന്നെ വന്നോളും. അല്ലാതെ എന്നും സുഹൃത്തുക്കൾ അതൊക്കെ ഒരു ലിമിറ്റാടോ. ഇപ്പം ഞാനിത് എന്നിട്ട് ഒരു 22 വയസ്സോ 21 വയസ്സോ ഉള്ളൊരു പയ്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാ പട്ടി എന്ന് പറയും എന്നോട്. എനിക്കെൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരു 10-34 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു പരിധി കഴിയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സിൻ്റെ വഴിക്ക് പോകും, വീട്ടുകാരെ കാണത്തുള്ളൂ. പിടികിട്ടിയോ? ഇത് എൻ്റെ ഒരു അഭിപ്രായമാണേ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ രാത്രിയിൽ നമ്മുടെ ആദില അനുമോൾ ഇവരുടെ ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞാൻ എന്തോരം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അനുമോളെ, അനിയത്തിമാർ പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്, പിന്നെ എൻ്റെ നാട് ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അനുമോൾ പറയുന്നത്, നമുക്ക് പർദ്ദയൊക്കെ ഇട്ടിട്ട് അതുവഴി കറങ്ങി നടക്കണേ. എന്നിട്ട് അതിൽ പറയുന്ന ശരിയാ, നമുക്ക് ആലുവയിലൊക്കെ പോകാം, എൻ്റെ വീട് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉടനെ അനുമോൾ പറയുന്നത്, എന്നാൽ നമുക്ക് വീട്ടിൽ പോയാലോ. ഉടനെ ആദില പറയുന്നുണ്ട്, നിനക്ക് അടി വേണോ, നിനക്ക് നല്ല തല്ല് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമോ അവർ? ഞാൻ വീട്ടിൽ കയറി ചെന്നാൽ എന്നെ ഇറക്കിയൊക്കെ വിടുവോ? നല്ല തല്ല് കിട്ടും നിനക്ക്, അവർ ചിലപ്പോൾ പാനിക്കാവും എന്നുള്ളൊരു സാധനമൊക്കെയാണ് നമ്മുടെ ആദില അനുമോളോട് പറയുന്നത്. നല്ല രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. പിന്നെ പാതിരാത്രിയിൽ നമ്മുടെ ഒണിയിലും സാബുമോനും, അത് ലൈവിലാണ് കേട്ടോ, എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. ഒണിയിലും സാബുമോനും ഒക്കെ അവിടെ കിടന്നിട്ട് ഇവരുടെ നെവിനും കൂടെ ഒക്കെ ഇരുന്ന് കുറേ കഥകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയായിട്ട് നമ്മുടെ ആദില നൂറനെ കാണിക്കുന്നുണ്ട്. നൂറ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ഇത്ര സപ്പോർട്ട്, വന്നു കയറിയ ഫാമിലിയൊക്കെ ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അറ്റ് സം പോയിന്റ് എനിക്ക് പുറത്ത് നമുക്ക് ഹെയ്റ്റ് ആണല്ലോ, കിട്ടാതെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഇത്രയും നാളും ഇങ്ങനത്തെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടുമ്പോൾ എന്തോരം ഹെയ്റ്റാണ് നമുക്ക് പുറത്ത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഓരോ കുടുംബങ്ങൾ വന്ന് നമ്മളെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. കാരണം ഈ വന്ന കുടുംബങ്ങളൊക്കെ അവർ മനസ്സറിഞ്ഞാണോ ഈ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കാരണം ഇതൊരു ഗെയിമാണ് അവിടെ, മനസ്സിലായില്ലേ? ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ സ്നേഹം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഇതിനൊക്കെ രണ്ടാമതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷൻ. അവിടെ വന്നു കയറിയവരാണെങ്കിൽ പോലും അതിനകത്ത് എത്ര പേര് റിയലായിട്ട് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ റിയലായിട്ട് എല്ലാവരും അവരെ സ്നേഹിക്കട്ടെ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, 2 മനുഷ്യജീവികളല്ലേ, അങ്ങനെ കണ്ടാൽ മതി. എനിക്ക് വേറൊന്നും കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ 2 മനുഷ്യജീവികളാണ് അവർ, അങ്ങനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുക. അതിന് നമുക്ക് എല്ലാവർക്കും പറ്റണം.
അത് ഈ വന്ന് കയറിയവരാ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാവട്ടെ, അവരുടെ വീടുകളിലേക്ക് നാളെ അതിലേക്ക് നൂറയ്ക്കും ചെല്ലാൻ പറ്റട്ടെ, സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റട്ടെ അവരെ. പിടികിട്ടിയില്ലേ? പിന്നെ ലക്ഷ്മിയുടെ അമ്മ, അത് പോട്ടെ, അവരെ അത് തമാശ രീതിയിൽ പറഞ്ഞതാണെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിലും ഞാൻ വിടുന്നു, അതിനെ അപ്പാടെ ഞാൻ തള്ളിക്കളയുന്നു. കാരണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ല ആ ഒരു കേസിൽ. ആ ഒരു വിഷയത്തിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. പക്ഷെ സിറ്റ് ഔട്ടിൽ ഇരുത്തിയിട്ട് പോകുമെന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ തെമ്മാടിത്തരം തന്നെയാണ്. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞല്ലോ എന്നേ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ മറ്റേ അകത്തിത് വെച്ചോണ്ട് പുറത്ത് വേറെ സാധനം തള്ളിയില്ലല്ലോ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ ഈ ഒരു കേസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. ലക്ഷ്മിയുടെ അമ്മയുടെ ഭാഗത്താണോ കറക്റ്റ്, അത് ബാക്കിയുള്ള ഫാമിലീസ് ആണോ? ബാക്കിയുള്ള ഫാമിലീസ് അതിലെ നൂറേം പുറത്തിറങ്ങി കഴിയുമ്പോൾ വീട്ടിൽ അതേപോലെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ വീട്ടിൽ വിളിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ ഓക്കെ, കൈയടിക്കും ഞാൻ. ലക്ഷ്മിയുടെ അമ്മ വിട്ടോളാൻ പറയും. പക്ഷെ അപ്പോൾ ഇവരാരും അതിലെ നൂറേം വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയാ കറക്റ്റ്. കാരണം അവരപ്പോഴും ഉള്ള കാര്യം പറഞ്ഞു, സിറ്റ് ഔട്ടിലേ ഇരുത്തത്തുള്ളൂ ആ ഒരു മൂഡിൽ, തമാശയാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഇപ്പം നമുക്കിതെല്ലാം പറഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ, ഇതിനകത്ത് ആരുടെയും സൈഡിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഗെയിമാണ്, ഗെയിം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ നടന്നതൊക്കെ. എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടെ പോയിരുന്നൊന്ന് ലൈവ് നോക്കട്ടെ, എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.